ബഹുമാനപ്പെട്ട സി.എം. വലിയുള്ളാഹി തങ്ങളോട് ഖാദിമായിരുന്ന ഒരാൾ, ഫറൂഖ് ഭാഗത്തുള്ള ഒരാൾ മരിച്ചു. ആ ആള് 2002 23 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സി.എമ്മിൻ്റെ അടുത്ത് ഇരിക്കുന്ന സമയം അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ എണീച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, മുബ്തദികൾക്ക് തൗബയില്ല. നോക്കൂ, ആ മുബ്തദികളെ പേരും പറഞ്ഞു. ഞാനിപ്പോൾ ഒരു വട്ടം ചർച്ചയാക്കുന്നില്ല. സുന്നികൾ തന്നെ അവരോടൊക്കെ കോംപ്രമൈസിങ് അടുത്ത് ഇനി ഒരു ചർച്ചയ്ക്ക് ഞാൻ ഉണ്ടാവണില്ല. ഒരു പേരും പറഞ്ഞു. ഞാൻ മുബ്തദീന്ന് സീമ പറഞ്ഞ വാക്ക് മുബ്തദീന്നല്ല, സീമ അവരുടെ പേര് പറഞ്ഞു. ഇപ്പം പേരുണ്ടല്ലോ, മുജാഹിദ് ജമാഅത്തൊക്കെ പേരല്ലേ. അങ്ങനെ സീമ അവരെ പേര് പറഞ്ഞു, ഞാൻ പേര് പറയണില്ല. എന്താ നോക്കൂ, ആ വിഭാഗങ്ങൾക്ക് അവർക്ക് തൗബയില്ല. ഹിന്ദുക്കൾക്ക് തൗബയുണ്ടാകാം, അവർക്ക് തൗബയില്ല എന്ന് സീമ പറഞ്ഞു. ഇത് എന്നോട് വേറെയും ആൾ പറഞ്ഞിട്ടുണ്ട്. സീമ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സീമ ഭ്രാന്തനാകാം, എനിക്ക് സീമ മാത്രമാണ് ബുദ്ധിയുള്ള മനുഷ്യൻ, ബാക്കിയൊക്കെ ഭ്രാന്തന. എനിക്ക് ബാക്കിയൊക്കെ പറഞ്ഞ എല്ലാ ഷെയ്ഖുൽ മശായിഖും ആലിമുൽ അല്ലാമയും എനിക്ക് വിഡ്ഢിയാണ്. എനിക്ക് ബുദ്ധിയുള്ള മനുഷ്യൻ സീമാണ്. അതെന്തേ? അത് മുഹമ്മദിയത്തിന് തിരിയാൻ വേണ്ടിയിട്ട് ബുദ്ധിയെ ഒന്ന് തവജ്ജുഹാക്കിയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആൾ സീമാണ്. 20-ാം നൂറ്റാണ്ടിൽ മലയാളക്കരയിൽ കഴിഞ്ഞുപോയ മനുഷ്യൻ എന്ന് പറയാവുന്നത് ഒരാൾ സീമാണ്. ബാക്കിയുള്ളവരൊക്കെ അതിന് താഴെയാണ്. ഞാനും അതിന് താഴെയാണ്. സി.എമ്മിൻ്റെ മേലെയല്ല. ഞാൻ വിചാരിച്ചിരുന്നു ചിലർ സി.എമ്മിൻ്റെ മേലെയാണെന്ന്. അല്ല, സി.എമ്മിൻ്റെ താഴെയൊക്കെ. അത്രേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. അത് എത്ര പറയുന്നതിൽ കയറുള്ളൂ. ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. 1947 കിട്ടി. നമുക്ക് എന്താണെന്ന് വിശ്വസിക്കണമെന്ന് അയാൾക്കൊരു സ്വാതന്ത്ര്യം. എൻ്റെ വിശ്വാസം അത് ഞാൻ വെറുതെ വിശ്വസിക്കുമല്ല. എനിക്ക് ബലിഷ്ടമായ തെളിവുകളാണ്. ഒരാളും സി.എമ്മിനടുത്ത് എത്തൂല, ആരും എത്തൂല. സി.എമ്മിന് അള്ളാഹു അല്ലാത്ത ലക്ഷ്യം ഉണ്ടായിട്ടേ ഇല്ല. അതാണ് കാരണം. ആ ഹിമ്മത്ത് അള്ളാഹുവിലേക്കല്ലാതെ തിരിച്ചിട്ടില്ല. വേറൊന്നുമില്ല, ഒന്നുമില്ല, വേറെ ഒരു ലക്ഷ്യം ഇല്ല. അങ്ങനെ ഒരാൾ ആ ആളാണ് പറഞ്ഞത്. നോക്കൂ, ഹിന്ദുക്കൾക്ക് തൗബയുണ്ടായേക്കാം. പിന്നെ വിഭാഗത്തിന്റെ പേര് പറഞ്ഞു, അവർക്ക് തൗബയില്ല കേട്ടോ. ഇത് ഇങ്ങനെ പറഞ്ഞു എന്ന് വേറെയും ആളിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്നോട് ഈ ആള് മരിച്ചു. നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി പറയില്ല, എനിക്ക് തെളിവ് കാണിക്കാനോട് കഴിയൂല. ഞാൻ പറയുന്ന പല കാര്യങ്ങളും പറയുകയാണ്, എനിക്ക് തെളിവുണ്ടാവില്ല. എനിക്ക് തെളിവുണ്ട്, നിങ്ങൾക്ക് തെളിവ് കാണിച്ചാൽ കഴിയില്ല. എന്നെ വിശ്വസിച്ചവർക്ക് വിശ്വസിക്കാം, അത്രേ ഉള്ളൂ. ഇത് അല്ലാഹു ഹഖ്. ഇത് ഞാൻ നേരിട്ട് ആ വ്യക്തിയിൽ നിന്ന് കേട്ടതാണ്. ആ വ്യക്തി കൊല്ലങ്ങളോളം സി.എമ്മിൻ്റെ ഖാദിമായിരുന്നു. സി.എം എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൽ മലയാളക്കരയിൽ കഴിഞ്ഞ ഏറ്റവും വലിയ ബുദ്ധിമാൻ സി.എമ്മാണ്. അതിനേക്കാൾ വലിയ ബുദ്ധിമാനില്ല, ഒരാളില്ല, എന്നാളില്ലേ, ഇല്ല. ഒക്കെ സി.എമ്മിൻ്റെ ആഴി, എല്ലാവരും സി.എമ്മിൻ്റെ ആഴി. സി.എം ഒരു ഹറാമ് കൊണ്ട് ബന്ധപ്പെട്ടത് എൻ്റെ ആയുസ് ഞാൻ കേട്ടിട്ടില്ല. ഒരു ഹറാമുമായി ബന്ധപ്പെട്ടത് എൻ്റെ ആയുസിൽ ഞാൻ കേട്ടിട്ടേയില്ല. അത് ഞാൻ പറയുന്നതിലൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. ഞാൻ അത്രയും ഞാൻ പറയുള്ളൂ. അത് മുവഫഖാണ്, തൗഫീഖാണ്, വലിയ തൗഫീഖ്. ഹറാം ചെയ്താൽ തൗബല്ലേ? തീർച്ചയായും തൗബയുണ്ട്. പക്ഷെ ഒരു വ്യക്തിക്ക് ഹറാം എന്ന ജീവിതത്തിലില്ല, ഒന്നുമില്ല. ആ വ്യക്തി പൂർണ്ണമായും ആരിലാണ്? അള്ളാഹുവിലാണ്. അതാണ് സി.എം. ഒരാൾ അള്ളാഹു ഒരു ദറജ കൊടുക്കട്ടെ. ഞാൻ സി.എമ്മിന് ദുരിക്ക് തയ്യാറൊന്നല്ല കേട്ടോ. ഞാനും പറയും, ഞാൻ സി.എമ്മിന് ദുരിക്ക് തയ്യാറാണ്. പക്ഷേ ഇനി ഒഴിപ്പോൾ വലിയ ഇഷ്ടമാണ്. അവരൊരാൾ ഇഷ്ടപ്പെടുന്നത് എനിക്ക് അവരിഷ്ടമാണ്. അവരൊരാൾ കുറ്റം പറയുന്നത് എനിക്കിഷ്ടമില്ല. അവർ വില കുറച്ച് പറയുന്ന പോലും എനിക്കിഷ്ടമില്ല. കാരണം അള്ളാഹുവിൽ ഫനായി പോയൊരു മനുഷ്യനെ കുറ്റം പറയുന്നത് എനിക്കിഷ്ടമില്ല. ഒരിക്കലും ഞാനവരെ റൂസിന് പോകാറില്ല, ചോറുന്നാൻ പോകാറില്ല, ഒന്നുമില്ല. പക്ഷെ എനിക്കൊരാൾ അവരെ കുറ്റം എനിക്കിഷ്ടമല്ല. അവരെ കുറ്റം പറഞ്ഞവർക്ക് ഈമാനിന് പകരം കുഫർ വരും എന്നൊരു അള്ളാഹിൻ്റെ അടയാളമായിരുന്നു സി.എം. അള്ളാഹിൻ്റെ അടയാളമാണ്. അള്ളാഹു ജലാലായ സുബ്ഹാനഹു അടയാളമാണ് സി.എം. അള്ളാഹു ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങളെ പറ്റി മഹാന്മാർ പിന്നീട് പറഞ്ഞില്ലേ, ഫുആയത്തുമിനായാത്തില്ല. ഓരോ കാലത്തും ഒരു അടയാളങ്ങളുണ്ടാവും. സി.എം. അള്ളാഹിൻ്റെ അടയാളമായിരുന്നു. എന്തെന്ന് അള്ളാഹു കൊണ്ട് തുറന്നു കൊടുത്തു.
അപ്പൊ ഇത്തരം വ്യക്തികൾക്ക് അല്ലാഹു തആല അതേപോലെ വലിയ ആ സമാനിലെ മഹാനാണ് അബൂ യസീദ് അൽ ബിസ്താമി തങ്ങൾ റളിയല്ലാഹു അൻഹു. അവർ പറയാണ്, ഞാൻ ഹബീബായ നബിയിലേക്ക് എൻ്റെ ഹിമ്മത്തിനെ തിരിച്ചു. നബിയെ ഒന്ന് യാഥാർത്ഥ്യത്തെ, നബിയിലേക്ക് കയറാനല്ല, നബിയുടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ. അപ്പോഴാണ് ഞാൻ ഒന്നാമത്തെ നോട്ടത്തിൽ തന്നെ എനിക്ക് എൻ്റെയും നബിയുടെ യാഥാർത്ഥ്യത്തെ അറിയലിൻ്റെയും ഇടയിൽ പ്രകാശത്തിൻ്റെ 1000 മറകൾ കണ്ടെത്താനായി. ലൗ ദനൗതു ബി അവ്വലി മിൻഹ, അതിൽ ആദ്യത്തെ പ്രകാശമറയെങ്കിലോടെങ്ങനെ ഞാൻ സമീപിച്ചിരുന്നുവെങ്കിൽ ലഹ്തറഖ്തു കമാ തഹ്തരിഖു ശഅറത്തു ലത്തി ഉൽഖിയ ഫിന്നാർ, തീയിലിട്ട രോമം എങ്ങനെ കരിയുമോ അപ്രകാരം ഞാൻ കരിഞ്ഞു. അത്രയും വലിയ ഒന്നാമത്തെ ഹിജാബ്, എനക്കാൾ വലുതാവും രണ്ടാമത്തെ ഹിജാബ്. നീ 1000 ഹിജാബിന് അടുത്തെത്തുമ്പോഴാണ് അതിന്റെ അപ്പുറത്ത് 10,000 ഉണ്ടോന്ന് അറിയുള്ളൂ. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഞാനും നബിയെ മനസ്സിലാക്കുന്നതിനെ തൊട്ട് എനിക്ക് 1000 ഹിജാബ് ഉണ്ടെന്ന് മനസ്സിലായി. ഹിജാബ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതുവിനെ അന്തമാണല്ലോ. അപ്പൊ നമ്മക്കിപ്പോ എന്താ ഈമാനും വലിയ തടസ്സമുണ്ട്, നമുക്ക് മുഅ്മിനീങ്ങളല്ലേ. ഈമാനിന് നമുക്ക് എത്ര ഹിജാബ് ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. ഈമാന്റെ അടുത്തെത്തുമ്പോഴല്ലേ ഹിജാബ് മനസ്സിലാവുക. നമ്മളൊക്കെ ഇപ്പൊ ജനങ്ങളോട് വർത്താനം പറയുകയാണെങ്കിൽ എന്താ നമ്മൾ വലിയ മുഅ്മിനായിട്ടല്ലേ വർത്താനം പറയാ. ഈമാനിൽ കയറാൻ നമുക്ക് എത്ര ഹിജാബ് ഉണ്ട് അതറിയോ? ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ ഈമാൻ? വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനാണെങ്കിൽ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങളെ മേലൊന്നുമില്ല. വഅൻതുമുൽ അഅലൗന, അഅല എന്ന് പറഞ്ഞാൽ ഫഅൽ തഫ്ദീലാണല്ലോ, അതിന്റെ മേലൊന്നും ഉണ്ടാകാൻ പാടില്ല. ആപേക്ഷികമായ ഉലൂഹിയ്യത്തല്ല, പിന്നെ ബില്ലിത്തിലാക്കാണ്. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ അഅലയാണ്. അഅല എന്ന് പറഞ്ഞാൽ ഏറ്റവും മേലെ, ഞാൻ മേലൊന്നുമില്ല, ഒരു ജിബിരിയിലോ മീകായിലുമില്ല. പക്ഷെ നിങ്ങൾ ആരാകണം? വലിയും ഔലിയപ്പാപ്പയും കുത്തുമോ ഓസൊന്നും വേണ്ട, ആരായ മതി, മുഅ്മിനായ മതി, നമ്മൾ മേലെയാണ്. അവിടേക്ക് എത്തണം, അവിടേക്കാണ് ഈമാന്റെ എത്തുന്നു. നമ്മളിപ്പോ ജനങ്ങളെ മുന്നിൽ അഭിമാനിക്കാൻ പറയുന്നത് മര്യാദക്ക് സംസാരിക്ക്, മുഅ്മിനീങ്ങളോട് വർത്താനം പറയുമ്പോൾ വർത്താനം പറയും, നമ്മൾ അങ്ങോട്ട് പറയും. അങ്ങനെ പറയണോ ഞാൻ കേട്ടിട്ടുണ്ട്. മര്യാദക്ക് സംസാരിക്കും, മുഅ്മിനീങ്ങളോട് സംസാരിക്കുമ്പോൾ സംസാരിക്കും. ഇതിന് മാത്രം അടിച്ച് മുഅ്മിനാണ് അറിയോ? അവിടേക്ക് എത്തണം, അവിടേക്കടെ എത്തിയാൽ മുഅ്മിനന്നെ മേലൊന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എല്ലാ വലികളും മേലെ കുത്തുബാണോരും എന്നോട് വീട്ടിലെ പിള്ളർ അതെന്നോറ്. സുബ്ഹാനല്ലാഹ്, എന്താ പറഞ്ഞേ? ഇതാരോ എഴുതിയതാ? ഖാദി മുഹമ്മദ്. നിങ്ങൾ വിചാരിച്ച ഖാദി അല്ല, ഖാദിയാണ്. കേരളം കണ്ട അക്കാലത്തെ ഏറ്റവും വലിയ ആലിമ ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി. കുറ്റിച്ചാറ പള്ളിന്റെ മുന്നിലാ ഖബർ. എല്ലാ വലികളും മേലെ കുത്തുബാണോരും എന്നോട് വീട്ടിലെ പിള്ളർ അതെന്നോറ്. എന്റെ പേരിലെ പണിക്കൊന്ന ആളുകളാ. ആര് കുത്തുബാനിയത്തിന് നോക്കാൻ പറ്റിച്ചു ഒക്കെൻ്റെതായ അത് വർത്താന എന്തേ അള്ളാഹ് തുറന്നാൾ കൊടുത്തു. അന നബിയുൻ ലാ കദിബ് എന്ന് പറഞ്ഞില്ലേ? അന സയ്യിദു വൽദി ആദം വലാ ഫഖ്ർ. പറയണ്ടേ? ഞാൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളിലും ആദം നബി മക്കളും കൂട്ടാൽ ഏറ്റവും വലിയ ആൾ ഞാനാണ്. വലിപ്പത്തരം പറയല്ലേ, യാഥാർത്ഥ്യല്ലേ? തിരുവനൽക്കെതിരെ പറയാൻ പറ്റുള്ളൂ. നബി എത്ര വലിയ ആളാന്ന് നമ്മക്കറിയില്ലല്ലോ, നബി പറഞ്ഞാലേ അറിയുള്ളൂ. മനസ്സിലായില്ലേ? നമുക്കൊന്നുമില്ല. എന്ത് നമുക്ക് ഈമാൻ, നമുക്ക് മറ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലേ? നമ്മൾ ഇന്നലെ പിന്നെ ബറാത്ത് രാത്രിയാണ് ദ്വാർന്നു. അള്ളാഹ് സ്വീകരിച്ചില്ല, എന്തുറപ്പാണ്? അതേ സ്വീകരിച്ചവർക്ക് സ്വീകരിച്ചു അപ്പം തന്നെ അറിയപ്പെട്ടു. അത് മുഅ്മിനീങ്ങളാണെങ്കിൽ അസ്സലാമു അലൈക അയ്യോ നബിയെന്ന് ഞാൻ ചൊല്ലിയിട്ട് ഞാൻ എൻ്റെ അപ്പുറത്തേക്കാണ് വിട്ട് കടന്നിട്ടില്ല. ഫമാ തഅദ്ദൈതു വമാ ജാവസ്തു തിൽക്കൽ കലിമത ഇല്ലാ റദ്ദ അസ്സലാമു അലയ്യ മിൻ ഖബരിഹി ശരീഫിൽ മുസ്തഫ. അള്ളാഹു റസൂൽ ഖബർ ഷരീഫിൽ നിന്ന് സലാം വഅലൈക്കസ്സലാം എന്ന് പറയാതെ ഞാൻ ആ പദം വിട്ടടന്നിട്ടില്ല എന്ന് പറഞ്ഞ മഹാന്മാരില്ലേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്നാണ്. ഫമാ ജാവസ്തു തിൽക്കൽ കലിമ ഇല്ലാ റദ്ദ അലയ്യ അസ്സലാമ മിൻ ഖബരിഹി ശരീഫ അൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖബർ ഷരീഫിൽ നിന്ന് മടക്കാതെ ഞാൻ ആ പദം അങ്ങോട്ട് കടന്നിട്ടില്ല എന്ന് പറഞ്ഞ മഹാന്മാരില്ലേ? അവരത്ര വലിയ ആളുകളാണ്, അത്രയും വലിയ ആളുകളാണ്.
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മാത്രം റസൂലുള്ളാഹിയിലേക്ക് അവർക്ക് വാതിൽ തുറന്നു കിട്ടി. നബിയെ സ്നേഹിച്ചു. സുന്നത്തിന്റെ ബാഹ്യതലത്തിൽ പെടലല്ല, സുന്നത്ത് ബാഹ്യതലം തെറ്റാണെന്നല്ല. പക്ഷെ മനുഷ്യന്മാർക്ക് ഇപ്പൊ തിരിയണില്ല ഒന്നും. എന്താണ് സുന്നത്ത്? എന്താണ് സുന്നത്ത്? സുന്നത്ത് എന്നാൽ നമ്മുടെ നഫ്സിനെ പുണ്യ റസൂലിന് വിട്ടെടുക്കൽ. അതാണ് സുന്നത്ത്. ഒരുത്തനും അവൻ്റെ പെണ്ണുങ്ങളെ വലിയ ഇഷ്ടമായി. ആ ഇഷ്ടമായത് മുതൽ ഇഷ്ടം കൂടി ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ മുതൽ ഓൻ എന്ത് ചെയ്തു? ഓൻ സാരി എടുക്കും. ഓളെപ്പോലെ തന്നെ ഓനും സാരി എടുക്കും. മനുഷ്യന്മാരവനെ കളിയാക്കും, എന്നാലും സാരി എടുക്കും. എന്തേ? ഇഷ്ടമാണ്. ഈ ഇഷ്ടത്തിൻ്റെ ഒരു ബാഹ്യ രൂപമാണത്. അതാണ് സുന്നത്ത്. ഇഷ്ടമില്ലാതെ ഇഷ്ടമാണെന്ന് വരുത്താൻ വേണ്ടി സംസാരിച്ചു. മനസ്സിലായില്ല? നാട്ടുകാരൊക്കെ ചെയ്യണം നിങ്ങൾ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. സുന്നത്ത് പറഞ്ഞാൽ എന്താ? സുന്നത്ത് എന്നാൽ ഇഷ്ടപ്പെട്ടിട്ട് പിൻപറ്റാണ്, അല്ലാതെ ഞാൻ ചെയ്തതൊക്കെ നിങ്ങൾ ചെയ്യലല്ല. തത്തബിഊൻ ഇത്തിബാഅാണ്. ഇത്തിബാഇന്റെ അസ്ൽ മഹബ്ബത്താണ്. അതപ്പോഴേ അത് ഇത്തിബാഅാകുള്ളൂ. അതാണ് ഇത്തിബാഅ്. അവനിഞ്ഞ് വേറൊരാളുള്ളതായോ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞില്ല, പെണ്ണ് കെട്ടി, ഓളെ വലിയ ഇഷ്ടമായി, ഒന്ന് സാരി എടുക്കാൻ തുടങ്ങി. അടിപ്പാവടി എടുക്കും, സാരി എടുക്കും, നെഞ്ചത്തെ ഒരു ബ്രേസിയറൊക്കെ വെച്ച് ഒരു ബ്ലൗസൊക്കെ ഇട്ടാണ് നടക്കുക. അപ്പം നാട്ടുകാർ അവനെ എന്ത് പറയും? പെങ്കൂസൻ. അവന് പ്രശ്നമില്ല, കാരണം അവന് അത്ര ഇഷ്ടമാണ്. ആര്? അവൻ്റെ ഭാര്യയെ. ഇതന്നല്ലേ നമുക്ക് റസൂലുള്ളാ? ഇതന്നല്ലേ നമുക്ക് റസൂലുള്ളാ? അവിടെ വേറെ ഒന്നിനും കാണുന്നില്ല. അവൻ ആരെ മാത്രം കാണും? അവൻ രണ്ട് പെണ്ണുങ്ങളെ. ഇതന്നല്ലേ റസൂലുള്ളാ? നമുക്ക് ആകെ ആരേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ഇഷ്ടമെന്ന് ചിന്തിക്കണമെന്നില്ല. ഒരു നാട്ടിലെല്ലാവരും എന്ത് ചെയ്യും? പെണ്ണെട്ടിയ സാരി എടുക്കാൻ തുടങ്ങിയാൽ നമ്മളോട് എടുത്തു. ഇത് ഇഷ്ടമാണോ? പെണ്ണ് കെട്ടിയവരെല്ലാം സാരി എടുക്കൽ പതിവാണ് ഒരു നാട്ടിൽ. അപ്പൊ നമ്മൾ സാരി എടുത്തു, നമ്മൾ തൊപ്പിട്ടായിരുന്നു. എല്ലാവരും തൊപ്പിട്ടുണ്ട്, അപ്പൊ നമ്മൾ തൊപ്പിട്ടു. നമ്മളെല്ലാവരും തൊപ്പിട്ടപ്പോൾ തൊപ്പിട്ടു എന്നല്ലാതെ എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് ഇത്ര ഇഷ്ടം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടം എത്രയാണ് നമുക്ക്? അതില്ലല്ലോ. അതെവിടെയാണ് ഇഷ്ടം? പാട്ട് പാടിയൊന്നും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. പാട്ട് നല്ല, ഇപ്പം പാട്ടിനെ സൂഫി പാട്ടുകളുടെ ഒരു കാലമാണ്. ഇപ്പം എല്ലാവരും ഇഷ്ക് 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 പുഷ്ക് അങ്ങനെ പറയാം. ഇവിടെ പുഷ്ക് പറഞ്ഞ കടി ഉണ്ടാക്കലുണ്ട് രാവിലെ, പണ്ടുണ്ടാക്കിയത്. പുഷ്ക്, ഇഷ്കല്ല പുഷ്ക്. പുഷ്ക് പറഞ്ഞാൽ കുറച്ച് ഇറച്ചിയും കുറച്ച് പിന്നെ അരിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കണം പുഷ്ക്. ഇഷ്കും പുഷ്കും തമ്മിൽ എന്താ വ്യത്യാസം? ഇന്നത്തെ ഇഷ്കും പുഷ്കും എന്താ വ്യത്യാസം? ഓന് മുത്തുനബിയുമായി എന്ത് ബന്ധം? അവന് മുത്തുനബിയുമായി എന്ത് ബന്ധം? എന്ത് ബന്ധം? മുത്തുനബിയില്ലേ ചേടാ ഇഷ്ക് ഉണ്ടെങ്കിൽ സിഎമ്മിനെ കുറ്റം പറയോ? കാരണം അള്ളാഹുവിൻ റസൂൽ ലയിച്ച മനുഷ്യന്മാരല്ലേ. അവർക്ക് അബദ്ധം കണ്ടാൽ പോലും നമ്മൾ വ്യാഖ്യാനിക്കൂലേ? നമ്മളെ ബാപ്പ പുലിയായിട്ട് നടന്നാൽ നമ്മൾ നാട്ടിലൂടെ പറയോ? പറഞ്ഞാൽ ചള്ള കൊടുക്കൂലേ? എൻ്റെ ബാപ്പൊക്കെ നേരം വെളുത്ത വൈകുന്നേരം ആയാൽ ഏതെങ്കിലും പെണ്ണിൻ്റെ അടുത്ത് പോയി ചെറ്റ പൊന്തി തോന്നിയാസം ചെയ്തിട്ടല്ലാതെ കടന്നുറങ്ങൂല എൻ്റെ ബാപ്പ എങ്കിൽ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈ ബാപ്പാനെ പറ്റിയ ഒരാൾ അങ്ങാടിന്ന് പറഞ്ഞാൽ ചെറിക്കടിക്കൂലേ? ഈ കുറ്റയക്കില്ലേ? എന്നിട്ട് നിങ്ങൾ അടിക്കൂലേ? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഇഷ്ടമാണ് ബാപ്പാനെ അത്ര. ഈ ലോകത്ത് ഒരു തിന്മയും ചെയ്യാത്ത മനുഷ്യന്റെ മഹത്വവുമായി എന്തെങ്കിലും ഒരാൾ പറഞ്ഞാൽ തന്നെ എന്താ പറയാ? അതൊക്കെ കുറച്ചേറെ. ഈ പരിസരത്തു നിന്ന് ഒരാൾ 4 കൊല്ലം മുമ്പ് ഒരു മെസ്സേജ് അയച്ചു എനിക്ക്. ഇവിടെ പരിസരത്ത് നിന്ന് മദീനത്ത് പോകൽ ഖബർ മദീനത്ത് പള്ളിയിൽ പോകൽ സുന്നത്തായതുകൊണ്ട് പോകാം. നബിയുടെ ഖബർ അറിയേണ്ട ആവശ്യം നമുക്കില്ല. ജമാഅത്തെ ഇസ്ലാമി അസ്ലി പിന്നെ അവിടുന്ന് മാറി പോകുക, പിന്നെ പോകുമല്ലോ. അസ്ലി ജമാഅത്തെ ഇസ്ലാമിക്കല്ല. അതെന്ന് ആൾ ഖുർആൻ പറഞ്ഞതല്ലായിരുന്നു ആളെ ഉത്തരവാദിത്വം. അയാൾ ചെയ്തു വന്നു, അത് പറഞ്ഞു പോയി. പിന്നെ അയാൾ എവിടെ പോയി നമ്മളറിയേണ്ട ആവശ്യം എന്താ?
അയാളെ ജന്മദിനം അറിയേണ്ട ആവശ്യം നമുക്കെന്താ? അയാളെ എവിടെ പോയാൽ നമുക്കെന്താ? അയാൾ ഉത്തരവാദിത്തം ഖുർആൻ പറഞ്ഞില്ലേ? അത് തന്നില്ല, അയാൾ പോയില്ല. ഒരു മനുഷ്യൻ ഇന്ന് മരിച്ചിട്ടില്ല, ഇന്ന് ഇവിടെ ഉണ്ട്, ഇവിടെ പരിസരത്തുണ്ട്. ഓരൊക്കെ വലിയ സാംസ്കാരിക നായകന്മാരായി ഇതിൽ നടക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒട്ടും അകലല്ല ഒരു മുപ്പത്തത്തിയും, അതിൽ നിന്ന് ഒട്ടും അകലല്ല ആധുനിക സുന്നികൾ. ആധുനിക സുന്നികൾ അതിനോട്ട് വളരെ അടുത്തൊരു ഭയങ്കര ബന്ധത്തിലാണ്. ആധുനിക സുന്നികളും വഹാബികളൊക്കെ ഭയങ്കര ബന്ധത്തിലാണ്. ഇതൊക്കെ ഒന്നായി മാറും വളരെ പെട്ടെന്ന്. ഒരാൾക്കും അതിനെ തകർക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഈമാൻ എന്നതും എതിയൊന്നും നമുക്കില്ല. നമുക്ക് ചാടിക്കളിക്കാനും മദ്രസ വാർഷികം നടത്താനുള്ളൊരു പരിപാടി മാത്രമാണ് നിവേദനം. അത്രയേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഹബീബ് കൽബിൽ കയറിയിട്ടില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ. കുറച്ചാളുകൾ പാട്ട് പാടണം, കുറച്ചാളുകൾക്ക് പ്രസംഗിക്കണം, ലേഖനം എഴുതണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഇതന്നെ ഇപ്പൊ മാനവർഗർ പറഞ്ഞല്ലോ, എനിക്കൊന്നും അറിയില്ല അള്ളാഹിന്റെ ഹബീബ് അല്ലാതെ സ്വലിച്ചതാ. അവരുള്ളത് കൊണ്ടാണ് ഈ ഉമ്മത്തിൽ നിന്ന് ഇവിടെ നിലനിന്നു പോകുന്നത്. അബൂ യസീദ് അൽ ബിസ്താമിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ അതൊരു വാക്ക് പറഞ്ഞാൽ നമ്മൾ മഹാനായ അബൂ യസീദിനെ കളിയാക്കും. എന്റെയും റസൂലുള്ളാഹിയുടെ ഹഖീഖത്തുൽ മുഹമ്മദി അറിയുന്നതിന്റെയും ഇടയിൽ 1000 പ്രകാശത്തിന്റെ മറകളുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ മറയോടെങ്കിലും ഞാൻ അടുത്താൽ തീരിടപ്പെട്ട ഒരു മുടി എങ്ങനെ കരിയുമോ അപ്രകാരം ഞാൻ കരിയുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പേടിച്ചു. കരിഞ്ഞടൂ. ഒന്നാമത്തെ ഹിജാബ് മറികടക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പിന്നെണ്ടോ? അപ്പൊ എന്താ പറയാ? അത്രയും വലിയ ആളമോ. അതാണ് ഹഖീഖത്തുൽ മുഹമ്മദിയ. ചില വാക്കുകൾ വരുന്നുണ്ട്, നോക്കൂ. صفات شبهته باسم فاعل وليس بشبه المصطفى غير عينه محمد لم يعرفه غير إلهه يليق جميع الكون عن حمل كونه محمد لم يعرفه غير إلهه മുഹമ്മദിന്റെ ഇലാഹ അല്ലാത്ത സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നാളെ അറിഞ്ഞിട്ടില്ല. പടച്ച റബ്ബിനെ അറിയും. പിന്നെ ആർക്കും റബ്ബ് അത് വിട്ടുകൊടുത്തിട്ടില്ല. അതാണ് മുഹമ്മദ്. യലീഖു ജമീഉൽ കൗനി, എല്ലാ പ്രപഞ്ചവും പ്രയാസപ്പെടും ആ ഹബീബായ നബിയുടെ യാഥാർത്ഥ്യത്തെ വഹിക്കുന്നതിനെ തൊട്ട്. അവർക്കത് വഹിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തഅറഫ ഫീഹിൽ ഹഖു വഹുവ മുനക്കർ. നബി അറിയപ്പെടാത്ത ആളാണ്. മുതൽസമസജിൻ, രഹസ്യത്തിന്റെ ഒരു ഭദ്രപ്പെട്ടിയാണ്, ഒരു ഭദ്രമാക്കപ്പെട്ട രഹസ്യമാണ്. ലാ യരീമു, അത് രഹസ്യമായിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ ഹദറത്തുൽ ഖുദ്സിയത്തിൽ, അള്ളാഹിന്റെ പരിശുദ്ധമായ ഒരു ഹദറത്തുൽ ഖുദ്സ്, അവിടെ രഹസ്യമാണ്. ആര്? മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് തന്നെ എന്താണ്? സിറുൽ വുജൂദ്, ഉണ്മയുടെ രഹസ്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രഹസ്യം. പിന്നെ മുഹമ്മദുൻ ശംസുൽ ഹഖ് ഫളൻ വശുഹറതൻ فهو علم المعروف وعين تنزه മുഹമ്മദ് മുസ്തഫ ശംസുൽ ഹഖ്, യാഥാർത്ഥ്യത്തിന്റെ സൂര്യനാണ്. അല്ലെങ്കിൽ ഹഖ് തആല ഭൂമിയിലേക്ക് വിട്ട, പ്രപഞ്ചത്തിന്റെ പൊരുളിലേക്ക് പുറത്തുവിട്ട സൂര്യനാണ്. ഫളനാലും വശുഹറതൻ, പ്രസിദ്ധിയാലും. ഫഹുവ, ആ പുണ്യ റസൂൽ, അൽ അലം, ഒരു പതാകയാണ്. അൽ മഅറൂഫ്, എല്ലാ മഹാലോകങ്ങളിലും അറിയപ്പെട്ട ഒരു പതാകയാണ്. എന്റെ രഹസ്യം അറിയില്ല, പക്ഷെ അതിനെ അറിയാത്തവരുണ്ടാവില്ല. അതിനെ അറിയാത്തവരുണ്ടാവില്ല, എന്നാൽ അതിന്റെ യാഥാർത്ഥ്യോട്ട് അറിയൂല. ബഹുവ പുണ്യ റസൂൽ അൽ അലമു, അലമെന്നാൽ പതാകയാണ്. പതാക നാട്ടിന് എന്തിനാ? പരിസരത്തുള്ള ആളുകളൊക്കെ അതിനെ കാണും. ബഹുവ, ആ പുണ്യ റസൂൽ അൽ അലം ഒരു പതാകയാണ്. അൽ മഅറൂഫ്, അറിയപ്പെട്ട. ഐനു തനസ്സുഹിൻ, പരിശുദ്ധതയുടെ ഐനുമാണ്. പരിശുദ്ധതയുടെ ഐനാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജമാദാതു ഹാദൽ കൗനി തദ്രി മുഹമ്മദ കദൽ നജ്മു വൽ അജാബു മിൻ ബഅദി ഉർബിഹി. ജമാദാത്തു ഹാദിൽ കൗനി, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജമാദാത്ത് പറഞ്ഞാൽ കല്ലും മരമൊക്കെ, എല്ലാ കല്ലും മരവും എല്ലാം തദ്രി മുഹമ്മദൻ, മുഹമ്മദിനെ അറിയും സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം അറിയും. അതുകൊണ്ടല്ലേ അറാബിയോട് ഞാൻ വിളിക്കുന്ന ആ മരം വരും എന്ന് പറഞ്ഞു. അറാബി ബേജാറായി ചെന്ന്. അറാബി എന്നാണ് എന്ത് പറഞ്ഞു? അങ്ങനെ റസൂലിനെ വിളിക്കുന്നുണ്ട് മരമേ എന്ന് പറഞ്ഞു. അപ്പൊ മരം എന്ത് ചെയ്തു? പോയങ്ങിയിട്ട് വേരടക്കം എന്ത് ചെയ്ത്? ചലിച്ചു വന്നു ഹബീബ റസൂലുള്ളാഹിന്റെ അരികിലേക്ക്. നബി വിളിച്ചപ്പോൾ വന്നല്ലോ മരങ്ങൾ സാജിദത്തൻ, വളരെ വിനയം കാണിച്ചുകൊണ്ട് നടന്നു. അല്ല സാക്കിൻ, അതിന്റെ തണ്ടിന്മേൽ ബിലാ ഖദമിൻ, അത് കാല് അന്നും ഇല്ല ഇന്നും ഇല്ല, ഇങ്ങോട്ട് വന്നു.
ഇസ്രായേലിൻ്റെ ഒരു മരം ഇന്നും ലോകം സംരക്ഷിക്കണം. ആ മരത്തിൻ്റെ ചുവട്ടിൽ പുണ്യ റസൂൽ. അപ്പോൾ ബുഹൈറ എന്ന സന്യാസി വന്നിട്ട് പറഞ്ഞു, അവസാന കാലത്തേക്കുള്ള നബി അല്ലാതെ ഈ ഇരുത്തവിടെ ഇരിക്കൂല. വലിയ മഹാനായിരുന്നു അദ്ദേഹം, വലിയ മഹാനായിരുന്നു ബുഹൈറ. ബുഹൈറ എന്ന് പറഞ്ഞു ഇത് അവസാന. എന്നിട്ട് എന്ത് ബുഹൈറയോ എന്ത് ചെയ്തു? ബുഹൈറ എന്ത് ചെയ്തു? അബൂ താലിബിനോട് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോയി. സിറിയയിൽ പോകരുത്, കുട്ടിയെ കൊല്ലും. ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ് ചില ജൂതന്മാർ. അവർ ജനിക്കുന്നതിനും ഈ കുട്ടിയുടെ ശത്രുക്കളാണ്. തിരിച്ചുകൊണ്ടുപോയി. അങ്ങനെ കൂട്ടം വിട്ട് അബൂ താലിബ് കുട്ടിയും കൊണ്ട് തിരിച്ചുപോയി. അത് പുണ്യ റസൂലിൻ്റെ 9ാമത്തെ വയസ്സിലാണ്. മനസ്സിലുണ്ടെന്ന് പറഞ്ഞത്. ബുഹൈറ സന്യാസിയാണ്, ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്, സന്യാസിയാണ്. അദ്ദേഹം പറഞ്ഞു എന്തെന്നിട്ട് പറയാൻ കാരണം, എന്നിട്ട് ഇദ്ദേഹം പറയാണ് എന്ത് എനിക്ക് കാരണം, ഈ സംഘം നടന്നു വരുമ്പോൾ പിന്നെ മേഘം തണലിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഈ മഠത്തിലേക്ക് എല്ലാവരും വിരുന്നിന് വിളിച്ചു. അപ്പോൾ മേഘം വന്നില്ല. അപ്പം ഞാൻ ബുഹൈറ ചോദിച്ചു, നീ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും വരാതുണ്ടോ? ഇല്ല, എല്ലാവരും വന്നിട്ടുണ്ട്. ഇല്ല, ആളിനി ബാക്കിയുണ്ട്. അല്ല, എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു പിന്നെ ഒരു കുട്ടിയാണ്, ഞാൻ വരുന്നില്ല എന്നാ കുട്ടി പറഞ്ഞു. ആ കുട്ടിയാണെങ്കിൽ ഈ സദ്യ ഇവിടെ ഒരുക്കിയത് ആ കുട്ടിക്ക് വേണ്ടിയാ. അപ്പൊ കുട്ടി വന്നു. അപ്പൊ മേഘം തണലിട്ട് വന്നു. അപ്പൊ എന്ത് പറഞ്ഞു? ഇത് അവസാന കാലത്ത് നബിയാണ്. ഇതിനേക്കാൾ വലിയൊരാള് ലോകത്തില്ല. ഇതിനേക്കാൾ വലിയൊരാൾ പ്രപഞ്ചത്തിൽ ദൈവം പഠിച്ചിടാനില്ല. നിങ്ങൾ എത്രയും ഇവിടെ തിരിച്ചു കൊണ്ടുപോകണം ഈ കുട്ടിയെ. സിറിയയിലേക്ക് പോയത് കുട്ടിയെ കൊന്നുകളയും. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, സത്യ ക്രിസ്ത്യാനിയാണ്. اللهم اغفر له وارحمه واعف عنه وعافيه واجمع بيننا وبينه في دار جناتك النعيم. അത് വളരെ ചിന്തിക്കണം. ഇതൊക്കെ ചിന്തിക്കണം. പുണ്യ റസൂലിനെ മനസ്സിലാക്കുക. പുണ്യ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് ശംസുൽ ജമാഅത്തു ഹാദൽ കൗനി തദ്രി മുഹമ്മദാ. ജമാഅത്തു ഹാദൽ കൗനി, ഈ പ്രപഞ്ചത്തിലെ സകല ജമാഅത്ത് ജീവനില്ലാത്ത സാധനങ്ങൾ, കല്യമരം, ഇതിനെ ജമാഅത്ത് എന്നറിയാം. നിർജീവ വസ്തുക്കൾ അതെല്ലാം തദ്രി മുഹമ്മദിനെ അറിയും സല്ലല്ലാഹു അലൈഹി വസല്ലം. കദൽ ഉജ്മു വൽ അജാമു മിൻ ബഅദി ഉർബിഹി. കദൽ ഉജ്മു, മിണ്ടാപ്രാണികളും അറിയും. ഉടുമ്പു ശാത്തിലെ ഉടുമ്പു ശാത്തിലെ കദൽ ഉജ്മു, മിണ്ടാപ്രാണികളെ അറിയും. വൽ അജാബു, അനറബികളും അറിയും. മിൻ ബഅദി ഉർബിഹി, അറബികൾക്ക് ശേഷം അറബികളും അറിയും, അനറബികളും അറിയും. മിണ്ടാപ്രാണി, കല്ലും മരം ഒക്കെ അറിയും. ആരെ? പുണ്യ റസൂലിനെ. ഒരറിയല് പതാക അറിയും പോലെ. എന്നാൽ തനക്കറ മഅറൂഫൻ, എന്നാൽ അറിയപ്പെടേണ്ട വിധത്തിൽ അറിയപ്പെട്ടിട്ടില്ല. ലദാകുല്ലി ആഖിലിൻ, ബുദ്ധിമാന്മാരുടെ അടുത്ത് പോലും. ഈ ആളെ എല്ലാവരും അറിയും, എന്നാ ഇയാൾ ആരോട്ട് അറിയില്ല. ഇതാണ് പറഞ്ഞത്. ഇതിങ്ങനെ വലിയ ആളോ നമുക്ക് അറിയും. വലിയത് പറഞ്ഞാൽ അതറിയില്ല. ഈ ആൾക്ക് അള്ളാഹിന്റെ അടുക്കലുള്ള സ്ഥാനം ഒരാൾക്കും അറിയില്ല. ലദാകുല്ലി ആഖിലിൻ, ആഖിലിന് അവിടെ മാന ആരിഫ്, ആരിഫിന് പോലും അറിയില്ല. ഉൽക്കല്ലേ അക്കലുള്ളൂ. കല്ലാതാവുമ്പോൾ സിനിമയും കണ്ട് തമ്മടിച്ചാളെ പിന്നാലെ നടക്കുന്നവർക്ക് എന്താ അക്കലാണ്. അപ്പൊ ആഖിലിന്റെ മാന ആരിഫാണ്. ആരിഫീങ്ങൾക്ക് പോലും അറിയപ്പെട്ടിട്ടില്ല. അറിയപ്പെടേണ്ട വിധത്തിൽ തെനക്കറ മഅറൂഫൻ, അറിയപ്പെടേണ്ട വിധത്തിൽ അറിയപ്പെട്ടിട്ടില്ല. ലദാകുല്ലി ആഖിലിൻ, ആഖിലിന്റെ അടുത്ത് പോലും. അപ്പൊ അറിയപ്പെടേണ്ട വിധത്തിൽ നബിയെ ആരും അറിഞ്ഞിട്ടില്ല. പറയേ, അള്ളാഹിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാർ പോലും അറിഞ്ഞിട്ടില്ല. പിന്നെ ഒരു അറിവുണ്ട്, ജമാഅത്തിന്റെ അറിവ്, അത് നമുക്കുണ്ട്. നമ്മക്കിപ്പോ അതുമില്ല. ജമാഅത്തിന്റെ അറിവും നമ്മക്കില്ല. അപ്പൊ ആ ഉടുമ്പിന്റെ അറിവ് നമുക്കുണ്ടോ? ജമാഅത്തു ഹാദൽ കൗനി തദ്രി മുഹമ്മദ്, ഈ ലോകത്തെ സകല നിർജീവ വസ്തുക്കളും നബി അറിയും. കദൽ ഉജ്മു, എല്ലാം മിണ്ടാപ്രാണികളും അറിയും. അപ്പൊ ആ മരത്തിനൊരു അറിവുണ്ടല്ലോ. ആ മരത്തിന് പറഞ്ഞൂടെ ഇന്നൊക്കെ മൂപ്പര് അങ്ങനെ വിളിക്കാൻ പറ്റുമോ? മൂപ്പര് അവിടെയല്ലേ? എനിക്ക് കയ്യും കാലും ഇല്ല, നിങ്ങൾക്ക് അറിയില്ലേ? മരം വഹാബി മരമല്ല, സുന്നി മരം. സുന്നി മരമായതുകൊണ്ട് ചോദ്യം ചോദിക്കാൻ തന്നെ ചെന്നു. വഹാബി മരം അത് മരല്ല. നിങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ മരം എന്ത് പറയും? ഇന്നെ പോലത്തെ കയ്യും കാലും ഇല്ലാത്ത ഒരാളെ വിളിക്കാൻ പാടില്ല. ബുദ്ധിയുള്ള മനുഷ്യൻ അയ്യേ
മൂപ്പർക്ക് എന്തെന്തല്ലായ്മ. جاءت لدعوته الأشجار ساجدة تمشي إليه على ساق بلا قدم. ഇബ്നു കസീർ എന്താന്ന് തോന്നുന്നു കിതാബിന്റെ മുഅ്ജിസാത്തുൻ നബിയിൽ മുസ്തഫ പുണ്യ റസൂലിന്റെ മുഅ്ജിസത്തിനെ പറയുന്ന കിതാബാണ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു. അതിലെ കിതാബിന്റെ പുറംചട്ട തന്നെ ഈ ഒരു മരം വേരൊക്കെ പുറത്തി അടിച്ചൊരു മരം, വേരൊക്കെ പുറത്തി അടിച്ച് മരം എന്ത് ചെയ്തു? പുണ്യ റസൂലിനെ മെല്ലെ മെല്ലെ ദബീബത്തനിലാ ഹളറത്തിൻ നബി മുസ്തഫ അങ്ങനെ ചരിച്ചു. എന്നിട്ട് റസൂൽ ഇർജിഇലാ മക്കാനകി, എൻ്റെ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോയിക്കോറും. അങ്ങനെ തന്നെ തിരിച്ചുപോയി അവിടെ മരമായി നിൽക്കുകയും ചെയ്തു. മുഹമ്മദ് മുസ്തഫ അതിന് പറയാനൊന്നുമില്ല. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്ത് പോലും അതൊരു മുഅ്ജിസത്തായി അതൊന്നും ജനങ്ങൾക്ക് വയ്ക്കാൻ അത്രേ കഴിയുള്ളൂ. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യനെ ഇങ്ങനെ ചുരുട്ടി മടക്കിയിട്ട് ഒരു കീസിലിട്ടെന്ന് പറഞ്ഞാൽ പോലും എനിക്കതൊരു മുഅ്ജിസത്തായി തോന്നില്ല. എന്തുകൊണ്ട്? അതുമല്ല റസൂലുള്ളാഹ്, ഇന്ത്യപ്പുറത്താണ്. ചന്ദ്രൻ പിളർന്നതൊക്കെ ഏതൊക്കെ വർത്താനാണ്, റസൂലുള്ളാഹിന്റെ ഷറഫിലൊരു വർത്താനാണ് ചന്ദ്രൻ. ഇത് മക്കക്കാരായ ജാഹിലിയങ്ങൾക്ക് കാണിക്കാനല്ലേ. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് അതാണ്. മനുഷ്യനെ വഹിക്കുന്നതിനൊരു പരമാവധി, മനസ്സിലായില്ല? മനുഷ്യനെ വഹിക്കുന്നതിന്റെ പരമാവധി മനസ്സിലാവേണ്ട പറഞ്ഞ അതിന് പരമാവധി. ഒരുത്തനൊരു AK-47 തോക്ക് കിട്ടിയതെങ്കിൽ പിരി ഏതോ ഒരു ബദവിയുടെ പേര് കൊണ്ടെന്ന് വെച്ച് എന്തെങ്കിലും കുട്ടികൾ വല്ല വെളിച്ചിലാട്ടാണെങ്കിൽ കുട്ടികളെ തല്ലും, ഒട്ടകം വെളിച്ചിലാട്ടാണെങ്കിൽ ഒട്ടകത്തിന് തല്ലും. അയാൾക്ക് അതിലറിയുന്നതിൻ്റെ അവസാനമാണത്. ഇതിൽ 600 തെര ലോഡ് ചെയ്യാം. ഒരേ സമയത്ത് 600 ആളെ കൊന്നിട്ട് രണ്ടാമത്തെ ലോഡ് ചെയ്താൽ മതി. ഇതാർക്കറിയില്ല, മനസ്സിലായില്ല? ഞാനെങ്കിലും തല്ലുണ്ടാക്കാൻ വരികയാണെങ്കിൽ ഇതുകൊണ്ട് തല്ലുമാറി. അയാൾക്ക് എന്താ അറിയാ? നല്ല ഇരട്ട കൊയലുണ്ട്, ഇരുമ്പിന്റെ നല്ല പാത്തിണ്ട്. അപ്പൊ അതുകൊണ്ട് ആര് തല്ലിടാൻ വന്നാലും ഇയാൾക്ക് ഇത് മതി. ഇതിന്റെ ഒറിജിനാലിറ്റി അറിഞ്ഞാല് ആ നാട്ടിൽ അയാൾ അടുത്തൊരാളും കൂല. 600 തെരയിൽ ലോഡ് ചെയ്യാ, എന്നിട്ട് 600 ആളെ കൊല്ലാം, എന്നിട്ട് ഞാൻ അടുത്ത ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആജാതി സാധനമാണ്. ഒരു ഒട്ടകത്തിനും തല്ലും, കഴുതനെ തല്ലും, മക്കനെ തല്ലും. തല്ലൂടാൻ ആരും വന്നാൽ അതുകൊണ്ടും ഇരട്ടപ്പാത്തി കൊണ്ട് അടി കൊടുക്കും. അതന്നെ ചന്ദ്രനെ പിളർ. നമുക്ക് തിരിയാവുന്നതിന് അവസാനം നബിക്ക് തത്ത് ചന്ദ്രൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം CM ചന്ദ്രനെ പിളർത്തി പറഞ്ഞാൽ പോലും എനിക്ക് അത്ഭുതമല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അതൊക്കെ നിസ്സാര. ഓർക്ക് അള്ളാഹു കൊടുക്കാത്തൊന്നുമില്ലല്ലോ. പിന്നെന്താ? പിന്നെ അത് കാണിച്ചു തരാത്ത നമ്മക്കത് വഹിക്കാൻ കഴിയൂല. നമ്മൾ വിവരമില്ലാത്തവരല്ലേ. അയോ ജമീഅർ റസൂലി അയോ മുഹമ്മദി ഫമിൻഹു ഉനീലു മാ ഉനീലു ലിയുഹ്മദാ. ഹർഫ് ദാലിലുണ്ട് ആ ഇതിൽ തന്നെ. ആയു ജമീഅർ റസൂലി ആയു മുഹമ്മദി. ഈ ലോകത്തെ എല്ലാ മുർസലീങ്ങളുടെ മുഅ്ജിസത്തുകളും റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. ആയു ജമീഅർ റസൂലി ആയു മുഹമ്മദി ഫമിൻഹു ഉനീലു മാ ഉനീലു ലിയുഹ്മദാ. ഫമിൻഹു ഉനീലു, നബിയിൽ നിന്നാണ് അത് കരസ്ഥമാക്കപ്പെട്ടത്. അവർക്ക് കരസ്ഥമാക്കപ്പെട്ടതെല്ലാം നബിയിലൂടെ കരസ്ഥമായതാണ്. ലിയുഹ്മദ അതിന്റെ പേരിൽ നബിയെ പ്രശംസിക്കാൻ വേണ്ടി. അപ്പോൾ ഇബ്രാഹിം നബി തീന്ന് രക്ഷപ്പെട്ടത് ആരെ കൊണ്ടാണ്? എത്ര കാലം വഹാബികൾ ഇതിന് നോണിയും പറഞ്ഞു നടന്നു. അന്ന് നബി ഉണ്ടായിരുന്നു. ഞങ്ങൾക്കുണ്ട് അങ്ങനത്തെ പ്രസംഗം. ഇബ്രാഹിം നബി തീന്നിരുന്ന കാലത്ത് നിങ്ങളെ മൗലൂദിലില്ലേ ഇബ്രാഹിം നബീനെ തീന്ന് രക്ഷപ്പെട്ടത് നബിനെ കൊണ്ടാണ്. അന്ന് നബിയുടെ ഉണ്ടായിരുന്നു. നബി ഉണ്ടാകണം, നബിക്ക് രക്ഷപ്പെടുത്താം. അതൊക്കെ എത്രയേ ഉള്ളൂ, ഇവിടെല്ലാന്നല്ലേ ഉള്ളൂ, ഇവിടെല്ലേ ഉള്ളൂ. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടി വരികയെന്ന് സങ്കല്പിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടി വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നോക്കേണ്ടതുണ്ടോ അയാൾക്ക്? അയാളുടെ കാറിലിരുന്നിട്ട് ഇവിടെ ഇപ്പം എന്താ നടക്കണമെന്നും ഇവിടുത്തെ എന്തൊക്കെ ഉണ്ട്, ഇവിടെ കച്ചറുണ്ടോ, ഇവിടെ അങ്ങനെ ഉണ്ടോ, ഇവിടെ ഉറങ്ങി തൂങ്ങണവരുണ്ടോ എന്നൊക്കെ അപ്പം തന്നെ ആൾ നോക്കൂലേ. ഓലെയൊക്കെ അവിടുന്ന് മാറ്റി നല്ല നല്ല ആളുകളെ ഇരുത്തി കാർപ്പറ്റൊക്കെ വൃത്തിയാക്കി നല്ല നല്ല സോഫട്ട് ഇതൊക്കെ അയാൾ വരുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് ചെയ്യിച്ചൂടെ? അതന്നെ നബി വരുന്നതിന് മുമ്പ് നബി ഇബ്രാഹിം നബി രക്ഷപ്പെടുത്തി. അത്രേ ഉള്ളൂ. നബി വരിക എന്ന് പറഞ്ഞാൽ നബി അള്ളാഹുവിൽ എന്തോ പഠിച്ചാണ്. ഈ ലോകം മുഴുവൻ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യപ്രകാരം സംവിധാനിക്കാൻ അള്ളാഹു തയ്യാറാണ്.
ഇബ്രാഹിം നബി റസൂലുള്ളാഹിന്റെ ബാപ്പയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ബാപ്പാന്ന് റസൂലുള്ളാഹി അഭിമാനം പറഞ്ഞാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തീയിലിട്ടിന് കഴിയൂല. എന്ത്? റസൂലുള്ളാഹിന്റെ റഹ്മത്താണ്. റസൂലുള്ളാഹി ഈ ലോകത്ത് ഏത് റഹ്മത്തും ആര് വഴി കിട്ടിയതാണ്? റസൂലുള്ളാഹി കിട്ടിയതാണ്. ഇതാണ് ഈമാൻ. അല്ലാഹു തആല ഹബീബിനെ ബഹുമാനിക്കുന്നവരെ നമ്മൾ പെടുത്തട്ടെ. പിന്നെ ജമാഅത്തു ഹാദൽ കൗനി തദ്രി മുഹമ്മദാ കദൽ ഉജ്മു വൽ അജാബ മിൻ ബഅദി റബ്ബിഹി. ജമാഅത്തു ഹാദൽ കൗനി, ഈ പ്രപഞ്ചത്തിലെ നിർജീവ വസ്തുക്കളെല്ലാം തദ്രി മുഹമ്മദൻ, മുഹമ്മദ് പോലും മുഹമ്മദ് എന്ന ആളെ അറിയും. കദാ ഇപ്രകാരം അൽ ഉജ്മു മിൻഡ പ്രാണികളും വൽ അജാമു അനറബികളും മിൻ ബഅദി റബ്ബിഹി, അറബികൾക്ക് ശേഷം, അതായത് അറബികളും അറിയും അനറബി. എന്നാൽ തനക്കറ, നബിയെ അറിയപ്പെട്ടിട്ടില്ല, നബിയെ അറിഞ്ഞിട്ടില്ല. മഅറൂഫൻ, അറിയപ്പെടേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടില്ല. ലദാ കുല്ലി ആഖിലിൻ, ബുദ്ധിമാന്റെ അടുത്ത് പോലും. അതായത് ആഖിലാണ് ആരിഫ്, ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്മാരായ ആരിഫീങ്ങൾക്ക് പോലും നബിയെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടില്ല. തനക്കറ, അറിയപ്പെട്ടിട്ടില്ല. മഅറൂഫൻ, അറിയപ്പെടേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടില്ല. ലദാ കുല്ലി ആഖിലിൻ, ഒരു ബുദ്ധിമാന്റെ അടുത്ത് പോലും. പിന്നെ فما عرف المختار إلا بنفسه. فما عرف المختار, മുഖ്താറായ നബിയെ അറിയപ്പെട്ടിട്ടില്ല. ഇല്ലാ ബി നഫ്സിഹി, അവിടെ നിന്നല്ലാതെ. നബിക്കല്ലാതെ നബി അറിയില്ല. പിന്നെയോ, പിന്നെ ആർക്കറിയും? പിന്നെ ആർക്കറിയും? നേരത്തെ പറഞ്ഞ റാക്കത്തായ റബ്ബിനും അറിയും. റസൂലുള്ളാഹിക്ക് ഒരു രഹസ്യമാണ്, അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. പിന്നെ فمنا أتانا مرسلا وهو رحمة من الله مولى الخلق أعلم بخلقه. فمنا, നമ്മളിലേക്ക് വന്ന റഹ്മത്തിലൂടെ അതാന, നമ്മുടെ അടുത്ത് നബി വന്നു. മുർസലൻ, മുർസലായിട്ട്. വഹുവ, അവിടുന്ന് റഹ്മത്തുൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തുമാണ്. ആരാണ് അല്ലാഹ്? മൗലൽ ഖൽഖി, എല്ലാ സൃഷ്ടികളുടെയും ഉടമക്കാരനായ. അഅ്ലിം ബിഖുൽഖിഹി, ആ നബിയുടെ സ്വഭാവത്തെ നീ മഹത്വപ്പെടുത്തിക്കോ. അത്രയും വലിയ സ്വഭാവമുള്ള ആളാണ് പുണ്യ റസൂൽ മുസ്തഫ. وزكاه رب العرش وهو مبرز وقربه قربا يحال لجنسه. وزكاه, പുണ്യ നബിയെ പരിശുദ്ധപ്പെടുത്തി റബ്ബുൽ അർശി, അർശിന്റെ റബ്ബ്. വഹുവ, ആ നബി മുബറസുൻ, മേലെയാക്കപ്പെട്ട തന്നെയാണ് എന്നും. വഖറബഹു, വഹുവ, ആ നബി മുബറസുൻ, മേലെയാക്കപ്പെട്ട ആളാണ്. അതിന്റെ മേലെ ഇനി ഒരാളുമില്ല ഖാലിഖായ റബ്ബല്ലാതെ. വഖറബഹു, അല്ലാഹു ആ നബിയെ അടുപ്പിച്ചു. ഖുർബൻ, ഒരടുപ്പിക്കൽ അടുപ്പിച്ചു. യുഹാലു, അസാധ്യമാക്കപ്പെടും. ലിജിൻസിഹി, ഏതൊരു സൃഷ്ടിയുടെ വർഗത്തിനും. നബിയുടെ ഇൻസിറ മനുഷ്യനല്ല, ഏത് സൃഷ്ടിയുടെ വർഗത്തും ആ അടുക്കൽ അസാധ്യമാണ്. അങ്ങനത്തെ ഒരു അടുക്കൽ അള്ളാഹു നബിയെ അടുപ്പിച്ചിട്ടുണ്ട്. വഖറബഹു, നബിയെ അടുപ്പിച്ചു. അള്ളാഹു തആല അടുപ്പിച്ചു. ഖുർബൻ, ഒരു അടുക്കൽ അടുപ്പിച്ചു. യുഹാലു, അത് അസാധ്യമാക്കപ്പെടും. ലിജിൻസിഹി, നബിയുടെ സൃഷ്ടിവർഗത്തിന് പോലും. നബിയുടെ സൃഷ്ടിവർഗത്തിൽ എല്ലാവർക്കും അസാധ്യമാക്കപ്പെടും. എന്ത്? അങ്ങനെ ഒരു അടുക്കൽ. ആരോട് അടുക്കാൻ? അള്ളാഹുവിനോട് അടുക്കാൻ. ആചാര്യ അടുക്കലാണ് അള്ളാഹു നബിയെ അടുപ്പിച്ചത്, മുഹമ്മദ് മുസ്തഫാനെ. അപ്പൊ അള്ളാഹിന്റെ ഏറ്റവും വലിയ മുഖറബ് ജിബ്രീലല്ല. ആരാണ്? മുഖറബുൽ അംലാക്കാണ്. ഇത് മുഖറബുൽ ഖൽഖ, അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖായത്. റസൂലുള്ളാഹ് ഇപ്പൊ മുഖറബ് എന്ന വാക്യം നമ്മൾ ആരെ പറ്റി പറയുന്നുണ്ട്? സയ്യിദുനാ ജിബ്രീൽ. പക്ഷെ അത് ഏത് മുഖറബാണ്? ബില്ലിത്തിലാക്കലല്ല. ബില്ലിത്തിലാക്കൽ മുഖറബാണ്, അഷ്റഫുൽ ഖൽഖാണ്. അല്ലേ? ഷറഫ് കൊണ്ടാണല്ലോ ഖുർബത്ത് ഉണ്ടാവുക. അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫയാണ്. അതേ സമയത്ത് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ, അങ്ങനെയല്ലേ പറയാ? മുഖറബുൽ ഖൽഖ് എന്ന് പറയുന്നില്ല. എന്താ പറയാ? മുഖറബുൽ അംലാക്ക്, മലക്കുകളെ കൂട്ടത്തിൽ അള്ളാഹു കൂടുതൽ അടുപ്പിച്ചത് ആരെയാണ്? അത്രയേ ഉള്ളൂ, അത്രയാണ്. ഇത് മുഖറബുനാണ്. وقربه قربا وزكاه رب العرش وهو مبرز وقربه قربا يحال لجنسه. വസക്കാഹു, ആ പുണ്യ നബിയെ പരിശുദ്ധപ്പെടുത്തി. റബ്ബുൽ അർശി, റബ്ബുൽ അർശായ തമ്പുരാൻ. വഹുവ, ആ നബി മുബറസുൻ, മേലെയാക്കപ്പെട്ട്. എന്താണ്? ഏത് കാലത്ത് മേലെയാണ്. വഖറബഹു, ആ നബിയെ അല്ലാഹു തആല അടുപ്പിക്കുകയും ചെയ്തു. ഖുർബൻ, ഒരു അടുക്കൽ അടുപ്പിച്ചു. യുഹാലു, ആ അടുക്കൽ അസാധ്യമാക്കപ്പെടും. ജിൻസി, ആ നബിയുടെ ഏത് സൃഷ്ടിവർഗത്തിനും, ഏത് സൃഷ്ടിവർഗത്തിനും. മനസ്സിലായില്ലേ? അങ്ങനെ അടുക്കാൻ കഴിയില്ല. ആ ജാതി അടുക്കൽ അടുപ്പിച്ചു. വമാ ബാലദ റഹ്മാനു ഫഹുവ ഉബൈദുഹു ഫജല്ലാ ഇലാഹി ലൈസ ശൈഉൻ കമിത്ലിഹി. അപ്പൊ ആരോ ചോദിക്കുന്ന, അള്ളാഹ് മകനാണോ? അങ്ങനെ പറയുന്നവരുണ്ടല്ലോ. എന്നാൽ വമാ വലദ റഹ്മാനു, അള്ളാഹു പ്രസവിച്ചിട്ടില്ല. അള്ളാഹ്ക്ക് മകനുമില്ല മകളുമില്ല. അള്ളാഹു വാപ്പയല്ല
ഹബീബ റസൂലുള്ളാഹി ഉബൈദുഹു അല്ലാഹുവിന്റെ ചെറിയ ദാസൻ മാത്രമാണ്. മാത്രപ്പെടുത്തി പറഞ്ഞ ഉബൈദ് നബിയുടെ ചെറിയ ദാസനാണെങ്കിൽ പിന്നെ നമ്മൾ ദാസനേ അല്ല. മനസ്സിലായില്ലേ? നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്തിട്ടില്ല എന്ന് നബി പറഞ്ഞു. അപ്പം ചെറിയ ദാസനാണ് അങ്ങനെ പറയാ. അപ്പൊ നമ്മളോ നമുക്ക് എന്ത് ഇബാദത്ത്? റഹ്മാനായ റബ്ബ് പ്രസവിച്ചിട്ടില്ല. അല്ലാഹു തആലക്ക് മകനും മകളും ഇല്ല. അല്ലാഹു വാപ്പിമ്മിയാവൂല. എന്നിരിക്കവേ പുണ്യ റസൂൽ ഉബൈദുഹു അല്ലാഹുവിന്റെ ചെറിയ ഒരു ദാസനാണ്. ഇലാഹി, എന്റെ ഇലാഹി ഏറ്റവും മേലെയാണ്, ഏറ്റവും വെളിവായി മേലെ പരിശുദ്ധനായി മേലെയായവനാണ്. ആരാവുന്നതിനെ തൊട്ട് ബാപ്പയമ്മയാവുന്നതിനെ തൊട്ട്. ഇവിടെ ജല്ല എന്നുള്ള വാക്ക് പറഞ്ഞാൽ എന്തോന്നറിയോ? അല്ലാഹു തആല അത്രയും ഉന്നതനാണ്. ആരാവുന്നതിനെ തൊട്ട് ബാപ്പയും ഉമ്മയും ആവുന്നതിനെ തൊട്ട് അല്ലാഹു തആല മേലെയാണ്. ഫജല്ല ഇലാഹി, അല്ലാഹു ഏറ്റവും വളർമയുള്ളവനാണ്. ലൈസ ഷൈഉൻ, ഒരു വസ്തുവില്ല കമിസ്ലി, അല്ലാഹുവിനെ പോലെ. അപ്പൊ അല്ലാഹു ബാപ്പയമ്മയാവൂല. അപ്പൊ പിന്നെ ഇങ്ങനെ അടുപ്പിച്ചെന്തുകൊണ്ട് ബൈദാണ് അല്ലാഹുവിന്റെ ചെറിയൊരു ദാസനാണ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ദാസനില്ല. ولكن على الخلق فضلا ورتبة محمد ذاك العبد دون مشبه. ولكن അപ്പൊ പിന്നെ പുണ്യന്റെ മകനല്ല മകളല്ല, പിന്നെ ആരാ? അയലൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും മേലെയായ ആളാണ്. ഫളൻ, ശ്രേഷ്ഠതയാലും റുത്ബത്തൻ, സ്ഥാനത്താലും ഏറ്റവും മേലെയാണ്. മുഹമ്മദ് ദാക്കൽ അബ്ദു, മുഹമ്മദ് എന്നാൽ ദാക്കൽ അബ്ദു, ഒരു വല്ലാത്ത അടിമയാണ്. ദൂന മുശബ്ബഹിൻ, ആ അടിമയോട് സാദൃശ്യമാക്കപ്പെടുകയില്ല. ഒരാളെയും സാദൃശ്യമാക്കപ്പെടാൻ പറ്റൂല. إذا تام قلبي قد سلوت لحبه جميع أحبائه وذادون كتبه. ഇതാ, അത് കാരണത്താൽ താമ ഖൽബി, എന്റെ ഹൃദയത്തിൽ നബിയാണ് പൂർത്തിയായി. നിനക്കായതുകൊണ്ട് എന്റെ ഹൃദയം, നീ കവി പറയാ, കൗലഹിതങ്ങൾ പറയാ, എന്റെ ഹൃദയത്തിൽ നബി പൂർത്തിയായിട്ടുണ്ട്. ഖദ് സലൗതു, ഞാൻ ഒഴിവാക്കി, ലിഹബ്ബിഹി, നബിയെ പ്രേമിക്കാൻ വേണ്ടി, ജമിയ അഹിബ്ബായി, എന്റെ എല്ലാ ഇഷ്ടഭാചനങ്ങളെയും. നിനക്കിപ്പോ ഈ ലോകത്ത് ആരോടും പ്രേമല്ല. ആരോടേ ഉള്ളൂ? നബിയോടെ ഉള്ളൂ. അത് സലൗത്തു, ഞാൻ ഒക്കെ ഒഴിവായി, എല്ലാത്തിനും വിട്ടു. ഇതാ, ഇങ്ങനെയൊക്കെ കാരണത്താൽ താമ കൽബി, എന്റെ കൽബ് നിറഞ്ഞു. ഇതാ, ഇത് കാരണത്താൽ, ഏത് കാരണത്താൽ? ഇതാ താമ കൽബി ഖദ് സലൗതു ലിഹബ്ബിഹി ജമീഅ അഹിബ്ബാഇ വദൂന കത്മിഹി. ഇതാ, ഇത് കാരണത്താൽ, അള്ളാന്റെ ഹബീബ് ഇങ്ങനെയൊക്കെയാണ് എന്ന കാരണത്താൽ താമ കൽബി, എന്റെ ഹൃദയത്തിൽ നബിയാണ് പൂർത്തിയായി. നോക്ക്, അത് പൂർത്തിയായി. എന്റെ ഹൃദയം വഴിപ്പെട്ടു, നബിക്കാണ് വഴിപ്പെട്ടു എന്റെ ഹൃദയം. ആ ഹൃദയത്തിൽ നബി പൂർത്തിയായി. നബി അങ്ങോട്ട് എന്തായി? നബിക്കാണ് വഴിപ്പെട്ടു. താമ കൽബി, താമക്ക് അവിടെ അർത്ഥം താമ കൽബി, എന്റെ ഹൃദയം വഴിപ്പെട്ടു. എന്റെ ഹൃദയം അണ്ട് വഴിപ്പെട്ടു, അണ്ട് ഒതുങ്ങി. ആർക്ക്? റസൂലുള്ളാഹിക്ക്. ഖദ് സലൗതു, ഞാൻ ഒഴിവായിട്ടുണ്ട്. ലിഹബ്ബിഹി, നബിയെ പ്രേമിക്കാൻ വേണ്ടി ഒഴിവാക്കി. ജമിയ അഹിബ്ബായി, എന്റെ എല്ലാ സ്നേഹിതന്മാരെയും. വദാ, ആ ഒഴിവാക്കൽ ദൂന കത്മിഹി, നബിയുടെ കത്മിനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല, വേറെ എല്ലാവരും ഒഴിവാക്കി. അൽ കുതുബുൽ മക്തൂമാണ്. ആര്? അഹ്മദ് ജാൻ തങ്ങൾ. അഹ്മദ് ജാൻ തങ്ങൾ ഖലീഫയാണ്. ആര്? ഇബ്രാഹിം നിയാസ് കൗലഖി. ഞാൻ എല്ലാവരും ഒഴിവാക്കി. നബിയുടെ പാനപാത്രത്തെ എന്റെ ചുണ്ടിലേക്ക് വെച്ചത് ആരാണ്? അൽ കുതുബുൽ മക്തൂമായ ആരാണ്? സയ്യിദുനാ അഹ്മദ് ജാൻ തങ്ങളാണ്. അവരെ മാത്രമേ ഒഴിവാക്കിയില്ല, വേറൊക്കെ ഒഴിവാക്കി. ആ പാനപാത്രത്തെ നബിയിൽ നിന്നുള്ള റസൂലുള്ളാഹിനെ പ്രേമിക്കുക എന്ന ആ ചഷകത്തിനെ എൻ്റെ ചുണ്ടിലേക്ക് വെച്ച് തന്നത് അഹ്മദ് ജാൻ തങ്ങളാണ്. കെത്തുമ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അഹ്മദ് ജാൻ തങ്ങളെ പേര് മറക്കപ്പെട്ട ആൾ. ആ ആൾ രഹസ്യം, ഒരു രഹസ്യമാണ്. അഹ്മദ് ജാൻ തങ്ങൾ രഹസ്യമാണ്, വലിയ രഹസ്യം. അങ്ങനെ ഒരാളെ ഇല്ല, ഒരാളും ഇല്ല, ഒരു മാനുമില്ല, ഒരു മാതിയില്ല, ആരുമില്ല. അഹ്മദ് ജാൻ തങ്ങളെ പോലത്തെ ഒരാളില്ല, ആരുമില്ല. ഒരു മൈദീൻ ഷെയ്ഖുല്ല, ഒരു ഷെയ്ഖുല്ല, ഒന്നുമില്ല. അവരൊക്കെ അവരുടെ സമാനിൽ വലിയ ആളുകളായിരുന്നു. അഹ്മദ് ജാൻ തങ്ങൾ ലോകാവസാനം വരെ വരുന്ന ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹാനാണ് അഹ്മദ് ജാൻ. തിരിഞ്ഞവർക്ക് തിരിയുള്ള തിരിയില്ല. അവരാണ് എൻ്റെ ഷെയ്ഖ്. ഞാൻ അവരിൽ ആണ്. ഞാൻ ഒരാളാണ്. വേറെ ഒരാൾക്കും ഒരാൾ ഞാൻ ഒന്നും ആഗ്രഹിക്കൂല്ല, വേറെ ഒന്നും ആഗ്രഹിക്കൂല. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ
മക്ബറയിൽ പോകേണ്ട ഒരു അവസരം എനിക്കുണ്ടായി. യാത്രക്കാരെ കുടുംബം പോകുമല്ലോ. അപ്പോൾ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ ആളല്ല, ഞാൻ നിങ്ങളിൽ നിന്നൊന്നും വാങ്ങാൻ വന്നിട്ടില്ല, ഞാൻ നിങ്ങളിൽ നിന്നൊരു പറക്കത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാനൊരു ഫാത്തിഹ നിങ്ങൾക്ക് ഓതും, അത് ഒരു മുസ്ലിമിൻ്റെ കടമയാണ്. ഞാൻ നിങ്ങളാളല്ല. കാരണം എനിക്ക് വലിയ ആൾ എൻ്റെ നേതാവാണ്. അവരെക്കാൾ വലിയൊരാൾ സ്വഹാബത്തിന് ശേഷമില്ല. അത്രയും വലിയ ആളാണ് അഹ്മദ് ജാൻ റളിയല്ലാഹു അൻഹു. അവരൊക്കെ ദർജ ഓരോരുത്തർക്കും ഓരോരുത്തർ കാര്യങ്ങൾ അവരവർ വിശ്വസിച്ചുള്ള എന്ന വിഷയമുള്ള കാര്യമല്ല. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അവിടെ കെത്തുമീ ഞാൻ ഒഴിവാക്കൂല എന്ന് പറയാൻ കാരണം, ആ കേസിൽ മഹബത്തിനെ, ആ മഹബത്തിന്റെ ചഷകത്തിനെ എൻ്റെ ചുണ്ടിലേക്ക് വെച്ച് തന്നത് ബഹുമാനപ്പെട്ട അഹ്മദ് ജാൻ തങ്ങളാണ്. അവരുടെ പേരാണ് അൽ ഖുത്ബുൽ മക്തൂം. അവരല്ലാത്ത എല്ലാവരും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എൻ്റെ ഹൃദയം അങ്ങോട്ട് വഴിപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഹൃദയം ആ ഹബീബായ നബിക്ക് വേണ്ടി എൻ്റെ കൽബ് വഴിപ്പെട്ടു. ആ നബിക്ക് വേണ്ടി എൻ്റെ കൽബ് വഴിപ്പെട്ടു. ആ നബിയിലേക്ക് താമ കൽബി എൻ്റെ കൽബ് വഴിപ്പെട്ടു. അത് സലൗത്തു ഞാൻ ഒഴിവാക്കുകയും ചെയ്തു. തീർച്ചയായും നബിയെ പ്രേമിക്കാൻ വേണ്ടി ആരെയെല്ലാം ജമിയ അഹിബ്ബാഇ എൻ്റെ എല്ലാ സ്നേഹിതന്മാരെയും ഞാൻ ഒഴിവാക്കി. ആ ഒഴിവാക്കൽ ദൂനക്കത്തിമിഹി നബിയുടെ ഒരു രഹസ്യമുണ്ട് എൻ്റെ അടുത്ത്. ആ ആൾ ഒഴിവാക്കിയിട്ടില്ല, വേറെ എല്ലാവരൊക്കെ ഒഴിവാക്കി. ആ ഒഴിവാക്കൽ ദൂനക്കത്തിമിഹി നബിയുടെ കെത്തുമല്ലാത്തവരെല്ലാവരും ഒഴിവാക്കി. കെത്തുമെന്നാൽ മറക്കപ്പെട്ടത്. നബിയിൽ നിന്നൊരു മറക്കപ്പെട്ട നിധിയാണ് ആര്? അഹ്മദ് ജാൻ തങ്ങൾ. ആൾ ഒഴിവാക്കിയില്ല, ബാക്കിയൊക്കെ ഒഴിവാക്കി. ആരാണ് അങ്ങനത്തെ ഒരു വാചയൊക്കെ ഇവിടെ ഇതാണ്? എന്റെ ഷേഖ് ഇബ്രാഹിം നിയാസ് അല്ലാതെ എന്താ പറഞ്ഞത്? എന്റെ ഹൃദയം പ്രേമിച്ചിട്ടേയില്ല. എന്റെ ഹൃദയത്തിൽ പ്രേമം കേറിയിട്ടേയില്ല. എന്റെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടേയില്ല. അൽ ഗീദു, ഒരു സുന്ദരി പെണ്ണും. മൽഗീദു, എന്ത് സുന്ദരി പെണ്ണടാ? ബൽഹ, ഒഴിവാക്കണവളെ. ബൽഹ ഇസ്മുഫീല ഉത്രിക് എന്ന വാക്കിന്റെ അർത്ഥത്തിലാണ് ഫമാശാഖ ഖൽബി, എന്റെ ഹൃദയത്തെ പ്രേമം കൊണ്ട് സ്വാധീനിച്ചിട്ടില്ല. അൽ ഗീദു, ഒരു സുന്ദരി പെണ്ണു. മൽഗീദു, എന്ത് സുന്ദരി പെണ്ണ്? ബൽഹ, അവളെ ഒഴിവാക്കണം. അവളെല്ലാം സറാബുൻ, അതെല്ലാം മരീചികകൾ മാത്രമാണ്. മനസ്സിലായില്ല? മരീചിക അറിയില്ലേ? മരീചിക കണ്ടവർക്ക് കൈപ്പൊക്കാം, അല്ലെങ്കിൽ ഞാൻ കൈപ്പൊക്കും. മരീചിക അറിയില്ലേ? മരീചിക എന്നാണ് മരുഭൂമിയിൽ യാത്രയാണ്. ഞാനങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഉച്ച നേരത്തെ നമുക്ക് ദാഹം വരും. പ്രത്യേകിച്ച് 10 മണി അങ്ങനെ ദാഹം വരും. അപ്പം നമ്മൾ ദൂരെ എന്ത് കാണും? വെള്ളം കാണും. നേരെ മുന്നിൽ വെള്ളം കാണും. അവിടെ എത്തിയാൽ ഞാനൊരിക്കൽ റിയാദിൽ നിന്ന് ഞാൻ ദമാമിലേക്ക് ദമാമിലേക്ക് അത് 1993 മുതലാണ്. 1993 ഞാൻ 32 കൊല്ലം മുമ്പ് ഞാൻ റിയാദിൽ നിന്ന് പോവാണ് ദമാമിലേക്ക്. അപ്പോൾ ദാഹമാണ്, ഉച്ച നേരത്ത് ഭയങ്കര ദാഹം. അപ്പോൾ എന്ത് കണ്ടു? വെള്ളം കണ്ടു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, അങ്ങനെ നമ്മളെ ഉള്ളിൽ നമ്മൾ വിചാരിച്ചു, അവിടെ എത്തിയാൽ നമുക്ക് കുറച്ച് വെള്ളം ഇറങ്ങി കുടിക്കുകയും ചെയ്യാം. ഇത് മരീചികയാണെന്ന് മറന്നുപോയി. മരീചികയൊക്കെ പണ്ട് ഇഷ്ടം പോലെ പഠിച്ചതാണ്. പക്ഷെ അവിടെ എത്തുമ്പോൾ നമ്മൾ മറക്കും. അവിടെ എത്തി. പിന്നെ ഞാൻ എൻ്റെ ഒപ്പമുള്ള ആളോട് വർത്താനം അങ്ങനെ പോയി. പിന്നെയും അരമണിക്കൂർ യാത്ര ചെയ്തു. അപ്പോഴും വെള്ളം മുന്നിൽ തന്നെയാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇതെന്താണ്? ഇത് മരീചികയാണ്. മരീചിക പറഞ്ഞാൽ മരുഭൂമിയിൽ വെയിൽ ചൂടാകുമ്പോൾ യാത്രക്കാരനെ തോന്നിപ്പിക്കുന്ന സാധനമാണ്. എന്ത്? അതാ മരീചിക. അതായത് അത് വെയിലാണ്. വെയിലും പഞ്ചാര മണലും തമ്മിലുള്ള ബന്ധം കൊണ്ട് നമുക്കവിടെ വെള്ളമുണ്ട് എന്ന് തോന്നിപ്പോവും, വെള്ളമില്ലാതെ. അപ്പം അതാണിപ്പോൾ പറഞ്ഞത്. മൽഗീദു, എന്ത് സുന്ദരി പെണ്ണ്. സറാബുൻ, ഓളൊക്കെ എന്താണ്? മരീചികകൾ മാത്രമാണ്. നോക്ക്. فما شاق قلب الغيد ما الغيد ملهاها سراب لدى طه الأمين المنزه فما شاق قلبي എന്റെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടില്ല, പ്രണയം കൊണ്ട് സ്വാധീനിച്ചിട്ടില്ല. അൽ ഗീദു, ഒരു സുന്ദരി പെണ്ണും. മൽ ഗീദു, എന്ത് സുന്ദരി പെണ്ണ്. ബൽഹാഹ, ഒഴിവാക്കിടും അവളെ. സിറാബുൻ, അവളെല്ലാം സിറാബുൻ, മരീചികകൾ മാത്രമാണ്. ആരുടെ മുന്നിൽ? ലദാ ത്വാഹൽ അമീനിൽ മുനസ്സഹി, പരിശുദ്ധനാക്കപ്പെട്ട വിശ്വസ്തനായ
സർവ്വലോക മഹാനായ പുണ്യ റസൂലിന്റെ ത്വാഹൽ അമീന്റെ മുന്നിൽ അതെല്ലാം മരീചികകൾ മാത്രമാണ്. فما شاق قلب الغيد من غيد بلها سراب لدى طه الأمين المنزه. يا سبحان الله. എന്താ ബാക്കി നാളെ ബാക്കി അടുത്ത ക്ലാസ്സിൽ